ഫ്രണ്ട്സ്, നമ്മുടെ കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് അറ്റോമിക് എനർജി കീഴിൽ ഫംഗ്ഷൻ ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ പ്ലാസ്മ റിസർച്ചിൻ്റെ പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് MTS എന്ന് പറയുന്ന തസ്തിയിലേക്കാണ് വിളിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും വിഷയത്തിൽ എനി ഗ്രാജുവേഷനാണ് പറയുന്നത്. ജസ്റ്റ് നിങ്ങൾ ഗ്രാജുവേഷൻ കഴിഞ്ഞ ഉദ്യോഗാർത്ഥികളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫിലേക്കാണ് വിളിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നല്ലൊരു അവസരമാണ്. അപ്പോൾ നിങ്ങളോട് ആദ്യം തന്നെ തുടക്കത്തിൽ തന്നെ പറയാം, ഇത് കരാർ അടിസ്ഥാനത്തിലുള്ള നിയമനമാണ്, ഒരിക്കലും പെർമനൻ്റ് അല്ല. പക്ഷേ നമുക്ക് നമ്മുടെ പെർഫോമൻസിനും അവരുടെ ആവശ്യത്തിനൊക്കെ അനുസരിച്ച് അത് എക്സ്റ്റെൻഡ് ചെയ്ത് പോകുന്നതാണ്. പിന്നെ മന്ത്ലി നമുക്കൊരു 18,000+ HR ആണ് സ്റ്റാർട്ടിംഗ് ആയിട്ട് നമുക്ക് ലഭിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു എക്സ്പീരിയൻസ് ഉണ്ടാക്കി എടുക്കാനും അതുപോലെ നിങ്ങൾക്ക് ജോലി ഇല്ലെങ്കിൽ തൽക്കാലം ഒരു ജോലിയൊക്കെ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയ ഒരു അവസരം തന്നെയാണ്. നമുക്ക് നല്ല എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. നമ്മൾ അവിടുന്ന് പോരുന്ന സമയത്ത് നമുക്ക് അതിൻ്റേതായുള്ള ബെനിഫിറ്റ് ഉണ്ടാകും. നമ്മൾ ഇത്രയും ഈ എന്താണ് വലിയൊരു സെക്ടറിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ അതിൻ്റേതായുള്ള ബെനിഫിറ്റ് നമുക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ വിശദമാക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചാനലൊന്ന് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ നമുക്ക് 66.5K ആയി. അപ്പോൾ നിങ്ങളുടെ നല്ല സപ്പോർട്ട് ഉണ്ട്, അതുകൊണ്ട് തന്നെയാണ് ഇത് കൂടി വരുന്നത്. അപ്പോൾ നിങ്ങൾ നമ്മുടെ ഒരു 100Kയിലേക്ക് നിങ്ങൾ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എത്തുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. കാരണം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് കൂടുതലായിട്ടും കാണുന്നത് കേട്ടോ. അതുകൊണ്ടാണ് പറയുന്നത്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. നമുക്കിതാണ് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ. നിങ്ങൾക്ക് കാണാം അഡ്വർടൈസ്മെന്റ് നമ്പർ 9/2024. ഇതിലും കാണാം വിളിച്ചിരിക്കുന്ന പോസ്റ്റ് എന്ന് വെച്ചാൽ മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫാണ്. ടെമ്പററി പോസ്റ്റാണ്, പ്രത്യേകം പറയാം, ഒരിക്കലും പെർമനൻ്റ് അല്ല. 27 വേക്കൻസി. നമുക്ക് ഏകദേശം വേക്കൻസി കൂടാനും കുറയാനൊക്കെ സാധ്യത. നമ്മൾ നോക്കേ വേണ്ട, നമ്മൾ ഇതിലേക്ക് ഒരു എക്സാം കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഏതെങ്കിലും വിഷയത്തിൽ എന്താണ് ബിരുദം കഴിഞ്ഞ ഉദ്യോഗാർത്ഥികളാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി ഇതിലേക്ക് എത്ര വർഷത്തേക്കാണ് നമ്മളെ നിയമിക്കുന്നത് വെച്ചാൽ ഇനീഷ്യലി 2 വർഷത്തേക്കാണ് നിയമിക്കുന്നത്. അത് വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്യാപ്പെടാവുന്ന, വീണ്ടും ഒരു വർഷമോ അതിലും കൂടുതലൊക്കെ ആയിട്ട് എന്ത് ചെയ്യാം, എക്സ്റ്റെൻഡ് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. അത് ഡിപ്പെൻസ് ഓൺ എന്താണ് ഇവർക്ക് നമ്മൾ ആവശ്യമാണ്, അവർക്ക് ആ ഒരു വർക്കുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ ഉദ്യോഗാർത്ഥികൾ ആവശ്യമുണ്ടെങ്കിൽ അങ്ങനെ അത് എക്സ്റ്റെൻഡ് ചെയ്ത് തരാവുന്ന വേക്കൻസികളാണ്. ഇനി ഇതിൻ്റെ റെമ്യൂണറേഷൻ പറയുന്നത് 18,000+ HR ആണ് ഉണ്ടായിരിക്കുക പെർ മന്ത്. ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 30 വയസ്സ് വരെയുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. OBC ആണെങ്കിൽ 33 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. SC/ST ആണെങ്കിൽ 35 വയസ്സ് വരെ അപ്ലൈ ചെയ്യാവുന്നതാണ്. നിശ്ചിതമായുള്ള ഏജ് റിലാക്സേഷൻ, സെൻട്രൽ ഗവൺമെൻറ് റൂൾസ് പ്രകാരമുള്ള ഏജ് റിലാക്സേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഇതിലേക്ക് റിട്ടൺ എക്സാമിനേഷൻ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റീവും ഡിസ്ക്രിപ്റ്റീവും അതിലുണ്ടായിരിക്കും കേട്ടോ. ക്വസ്റ്റിന് അതിൽ നമുക്ക് വരുന്ന ഏരിയാസ് ഇവിടെ പറയുന്നുണ്ട്. ജനറൽ നോളജ് ഓർ ജനറൽ അവയർനെസ്, ജനറൽ ഇംഗ്ലീഷ്, എലിമെൻ്ററി മാത്തമാറ്റിക്സ്, പിന്നെ കമ്പ്യൂട്ടർ ആൻഡ് റീസണിങ്. ഇങ്ങനെ ഈ മേഖലയുമായി ബന്ധപ്പെട്ട ടോപ്പിക്കുകളാണ് നിങ്ങൾ പഠിക്കേണ്ടത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള ബുക്കുകളൊക്കെ വാങ്ങാം. ഓക്കെ, നമ്മൾ വരും കാലങ്ങളിൽ നമ്മൾ ഈ മേഖലയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന PDF വളരെ കുറഞ്ഞ റേറ്റിന് നമ്മൾ അത് സെറ്റ് ആക്കുന്നുണ്ട്. ഇത്തരം ടോപ്പിക് ഏരിയകളൊക്കെ കവർ ചെയ്ത് എല്ലാ എക്സാമിനും നമുക്ക് ഫോക്കസ് ചെയ്യുന്ന രീതിയിൽ. ദെൻ അപ്ലിക്കേഷൻ ഫീസ് ഇവിടെ വരുന്നത് SC/ST, ഫീമെയിൽ, PWD, EWS കാൻഡിഡേറ്റ്സിന് യാതൊരു ഫീസും വേണ്ട കേട്ടോ. അവർക്ക് ഫ്രീ ആയിട്ട് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും ഫ്രീ ആയിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി അതർ കാറ്റഗറീസ്, അതായത് മറ്റുള്ള ഉദ്യോഗാർത്ഥികൾക്ക് 200 രൂപയാണ് കേട്ടോ അപേക്ഷ ഫീസ് വരിക. ഓക്കെ, അപ്പോൾ ഫീ അടയ്ക്കേണ്ടത് നമ്മൾ SBIൻ്റെ ഓൺലൈനിൽ കയറിയിട്ട് നമ്മൾ അടയ്ക്കണം. നിങ്ങൾക്ക് ഏത് ATM കാർഡ് യൂസ് ചെയ്തിട്ടും, അത് ഡെബിറ്റ് കാർഡ് യൂസ് ചെയ്ത് വയ്ക്കാം, നിങ്ങൾക്ക് Google Pay യൂസ് ചെയ്തിട്ട് അടയ്ക്കാം, ഒക്കെ ചെയ്യാവുന്നതാണ്. അതെങ്ങനെയാണ് ഞാൻ വീഡിയോയിലൊന്ന് കാണിക്കാം. കാരണം നമ്മൾ ഓൺലൈൻ SBIയിൽ കയറിയിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിന് ലിങ്ക് തന്നിട്ടുണ്ട്, അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ തരാം കേട്ടോ. ഓക്കെ, പിന്നെ നമ്മൾ ഓൺലൈനായിട്ടൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമ്മൾ ഈ പറയുന്ന ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ ഇൻസ്റ്റയുടെ ലിങ്ക് ഉണ്ട്, അതിൽ നിങ്ങൾ പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. പിന്നെ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ മെറിറ്റ് ലിസ്റ്റ് അല്ലെങ്കിൽ ഷോർട്ട് ലിസ്റ്റ് അവർ തയ്യാറാക്കി അവരുടെ വെബ്സൈറ്റിലാണ് പോസ്റ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ കാണിച്ചില്ലേ, ഇവിടെയാണ് അത് പോസ്റ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കമൻറ്റൊക്കെ ചോദിക്കുക. അപ്പോൾ ഞാനത് വേണമെങ്കിൽ അത് നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് പറഞ്ഞുതരാവുന്നതാണ് കേട്ടോ. അല്ലെങ്കിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ. ഓക്കെ, അല്ലാതെ നമുക്ക് വേറെ രീതിയിൽ നമ്മളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യില്ല എന്നുള്ളതാണ് അവർ പറയുന്നത്. പിന്നെ എങ്ങനെയാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യുന്നത് വെച്ചാൽ നമ്മളത് 29/7 മുതൽ നിങ്ങൾക്ക് ജൂലൈ 29 മുതൽ നിങ്ങൾക്ക് ഓഗസ്റ്റ് 27 വരെ അപ്ലൈ ചെയ്യാനുള്ള സമയമുണ്ട്. ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ റീസെൻ്റ് ആയുള്ള പാസ്പോർട്ട് കളർ ഫോട്ടോഗ്രാഫ് അപ്ലോഡ് ചെയ്യണം. പിന്നെ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് വേണമെന്ന് വെച്ചാൽ നമ്മുടെ ഏജ് പ്രൂഫിന് വേണ്ടി 10ാം ക്ലാസ്സിൽ SSLC സർട്ടിഫിക്കറ്റ് നമ്മൾ അപ്ലോഡ് ചെയ്യണം. അതൊക്കെ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യുക. പിന്നെ നമ്മുടെ ഈ പറയുന്ന +2ൻ്റെ മീൻസ് ഡിഗ്രീൻ്റെ, ഓക്കെ, നമ്മുടെ എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ ഉണ്ടല്ലോ, ഡിഗ്രീൻ്റെ മാർക്ക് ഷീറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യണം. അതിൻ്റെ ഫൈനൽ സർട്ടിഫിക്കറ്റ് കാര്യങ്ങൾ. പിന്നെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മതി, ഇല്ലെങ്കിൽ വേണ്ട കേട്ടോ, നിർബന്ധമില്ല. ഇതിൽ ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യുന്ന വേക്കൻസിയാണ്. ഇനി എവിടെയെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതും ഇതിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഇനി കാസ്റ്റ് കാറ്റഗറി നിങ്ങൾക്ക് അതായത് റിസർവേഷനൊക്കെ കിട്ടണമെങ്കിൽ അതായത് സർട്ടിഫിക്കറ്റ് സെൻട്രൽ ഗവൺമെൻറ് പർപ്പസിന് വേണ്ടിയുള്ള രീതിയിലെടുത്ത കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റുകൾ നിങ്ങൾ അപ്ലോഡ് ചെയ്യണം. ഇനി അതോടൊപ്പം തന്നെ നമ്മൾ പേയ്മെൻറ്റ് ചെയ്തതിൻ്റെ ഇപ്പം ഈ പറയുന്ന ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും പേയ്മെൻറ്റ് ചെയ്യേണ്ട, SC/STക്കും പേയ്മെൻറ്റ് ചെയ്യേണ്ട. ബാക്കിയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് PWD കാൻഡിഡേറ്റ്സിനും പേയ്മെൻറ്റ് വേണ്ട കേട്ടോ. ബാക്കിയുള്ള ഏതൊക്കെ ഉദ്യോഗാർത്ഥികൾക്കാണോ പേയ്മെൻറ്റ് വേണ്ട വെച്ചാൽ മെയിൽ കാൻഡിഡേറ്റ്സ് ആയിട്ടുള്ള OBC, EWS, ജനറൽ കാൻഡിഡേറ്റ്സ് ഈ പറയുന്നവർക്ക് മെയിൽ കാൻഡിഡേറ്റ്സിന് എന്താണ് നമുക്ക് പേയ്മെൻറ്റ് വേണം.
അപ്പോൾ അവർ പേയ്മെൻറ്റ് ചെയ്താൽ അതിന് റെസിപ്റ്റ് കിട്ടും. അതും നമ്മൾ എന്ത് ചെയ്യണം, ഇതിലേക്ക് അപ്ലോഡ് ചെയ്യണം കേട്ടോ, നിർബന്ധമായിട്ടും. അല്ലാത്തവരത് അപ്ലോഡ് ചെയ്യേണ്ട. ഇനി മറ്റെന്തെങ്കിലും ഡോക്യുമെൻറ്റ്സ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ അല്ലാത്ത മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇനി ഫീ അടയ്ക്കുന്നത് നമ്മൾ എങ്ങനെയാണ് ഓൺലൈൻ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളാണ് വീഡിയോയിൽ വിശദമാക്കുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അപ്ലൈ ആവുന്ന ഒരു ലിങ്ക് വരുമ്പോൾ നിങ്ങളുടെ IPR ജോബ് ഓപ്പണിംഗ് മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് എന്നാണ് ഇവിടെ കാണാം. നിങ്ങൾക്ക് നമ്മുടെ വെബ്സൈറ്റിനാണ് താഴെ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് വരാം. ഇവിടെ നിങ്ങൾക്ക് കാണാം ഇമ്പോർട്ടൻറ്റ് ലിങ്ക്സ് എന്നാണ് ഇവിടെ കാണാൻ പറ്റും. നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. അപ്ലൈ ആവുന്നുള്ള ബട്ടണിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യാം, ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു പേജിലേക്കാണ് വരിക. നിങ്ങൾക്ക് ഇവിടെ കാണാൻ ലോഗിൻ എന്നുള്ള ഭാഗം. അപ്പോൾ നമ്മൾ ഓൾറെഡി ഇതിൽ രജിസ്റ്റർ ചെയ്താൽ നമുക്ക് നമ്മുടെ മെയിൽ ഐ ഡിയും പാസ്വേഡും ഒക്കെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് ലോഗിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ രജിസ്റ്റർ ചെയ്യാത്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇവിടെ ആദ്യമായിട്ട് വരുന്നവരാണെങ്കിൽ രജിസ്റ്റർ എന്നുള്ള ബട്ടൺ ഇവിടെ ക്ലിക്ക് ചെയ്യാം. നിങ്ങളുടെ നെയിം, നിങ്ങളുടെ ഇമെയിൽ ഐ ഡിയും ഒരു പാസ്വേഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. ഇതിൽ രജിസ്റ്റർ ചെയ്യണമെങ്കിൽ നമ്മളൊരു പാസ്വേഡ് ഉണ്ടാക്കണം. പിന്നെ കൺഫേം പാസ്വേഡ് കൊടുത്ത് നമ്മൾ എന്ത് രജിസ്റ്റർ എന്ന് കൊടുക്കുക. അങ്ങനെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് അതേമാതിരി ലോഗിൻ ചെയ്യാൻ പറ്റും. ഞാൻ ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇവിടെ ലോഗിൻ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യണം. അങ്ങനെ ലോഗിൻ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്തപ്പോൾ എൻ്റെ പേരൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്, കുറച്ച് ഇൻസ്ട്രക്ഷനൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. ഇത് നമ്മളിവിടെ ഈ ലെഫ്റ്റ് സൈഡ് നിങ്ങൾക്ക് ഇത് നമ്മുടെ ഡാഷ്ബോർഡാണ് ഇതിൽ കാണിക്കുക. ഈ പറയുന്ന നമ്മുടെ ഹോം പേജാണ്. ഇതിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും അഡ്വർടൈസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണാൻ പറ്റും. നിങ്ങൾക്ക് ഒന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യാം, നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഡ്രോപ്പ് ഡൗൺ മെനു ആണ്. ഇവിടെ ജോബ്സ് എന്നുള്ള ബട്ടൻ്റെ അതിൽ ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇപ്പോൾ ഇവിടെ ഓപ്പൺ ആയി വന്നിരിക്കുന്ന ഇവിടെ കാണാൻ പറ്റും നിങ്ങൾക്ക്. ഓക്കെ, അങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും കേട്ടോ. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം MTSൻ്റെ ഇവിടെ കാണാം കേട്ടോ. ഓക്കെ, ഇതാണ് MTSൻ്റെത്. വേറെ ഒന്നും പാടെ ഇതിലുണ്ട്. അത് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എന്ന് പറയുന്ന വേക്കൻസികളൊക്കെ ഒരു വേക്കൻസിക്കാണുള്ളത്. വേണമെങ്കിൽ അത് നിങ്ങൾക്ക് നോക്കിയിട്ട് എലിജിബിൾ ആണെങ്കിൽ അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇതാ മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് കാണാം. ഓക്കെ, പോസ്റ്റ് കോഡ് കാണാം. ഓക്കെ, ലാസ്റ്റ് ഡേറ്റ് കാണാം 27/8. ദെൻ നിങ്ങൾക്ക് ഹൗ ടു അപ്ലൈ എന്നുള്ള ഇവിടെ കാണാം. ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ അതിൻ്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ തന്നെ ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ക്ലിക്ക് ചെയ്താൽ അതിൻ്റെ ഇൻസ്ട്രക്ഷനൊക്കെ നോക്കാവുന്നതാണ്. ക്ലിക്ക് ഹിയർ ടു അപ്ലൈ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പേജാണ് വരിക. ഇനി ഇവിടെ നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഇവിടെ ആഡ് പേഴ്സണൽ ഡീറ്റെയിൽസ് ഉള്ള ബട്ടൺ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ റിട്ടൺ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കിത് അവിടെ ആയിരിക്കും, അഹമ്മദാബാദ് അല്ലെങ്കിൽ ഗാന്ധിനഗറിലായിരിക്കും കേട്ടോ. അവിടെ പോയിട്ട് എക്സാം എഴുതാൻ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ അപ്ലൈ ചെയ്യാം കേട്ടോ. ഓക്കെ, പിന്നെ അതിൻ്റെ പോസ്റ്റ് കോഡും അതിൻ്റെ ഏത് ജോബ് പോസ്റ്റ് നെയിമും കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസാണ് ഇവിടെ അങ്ങനെ ഫില്ല് ചെയ്ത് പോകേണ്ടത്. എന്നിട്ട് അടുത്ത ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് ആണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതൊക്കെ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് എന്നുള്ള ക്ലിക്ക് ചെയ്തിട്ട് ആഡ് ക്വാളിഫിക്കേഷൻ എന്ന് കൊടുക്കാം. പിന്നെ നിങ്ങൾ അപ്ലോഡ് ഫയലാണ്, അതിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അപ്ലോഡ് ഫയൽ എന്നുള്ള ക്ലിക്ക് ചെയ്തിട്ട് ഇതിലേക്ക് വേണ്ട ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ അപ്ലോഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെ ഓരോന്ന് നിങ്ങൾ അങ്ങനെ ചെയ്ത് പോയാൽ മതി. നമ്മൾ ഓൺലൈനായിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഓൺലൈനായിട്ട് ഫോം ഫില്ല് ചെയ്യുന്ന വീഡിയോ നിങ്ങൾ കുറേ പേര് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമ്മൾ റെഡിയാണ്. നമ്മളും ചെയ്ത് ഇതിൽ അതിൻ്റെ ഡെമോ വീഡിയോ ഇടാവുന്നതാണ് നമ്മുടെ ചാനലിൽ കേട്ടോ. അപ്പോൾ ഇങ്ങനെ അങ്ങനെ ചെയ്ത് പോയാൽ മതി നിങ്ങൾ. പിന്നെ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യേണ്ടതാണ് ആദ്യം. അപ്പം നിങ്ങൾ ഈ പറയുന്ന കംപ്ലീറ്റ് ആപ്ലിക്കേഷൻ ചെയ്യുന്നതിന് മുൻപ് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, പേയ്മെൻറ്റ് അടിക്കുക. ആപ്ലിക്കേഷൻ ഫീ എന്നുള്ളടത്ത് ലിങ്ക് ഞാൻ ഇവിടെ തന്നിട്ടുണ്ട്. ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഇതിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതിൽ നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് കുറേ ഓപ്ഷൻ ഉണ്ട്. ഇതിൽ അതർ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണാം. നിങ്ങൾക്ക് ഏറ്റവും താഴെ മൊബൈൽ വ്യൂവിൽ നിങ്ങൾ നോക്കിയാൽ മതി, വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ആ ഡെസ്ക്ടോപ്പ് വ്യൂ ആണെങ്കിൽ ഇങ്ങനെ തന്നെയാണ് കാണിക്കുക. അതർ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള ബട്ടൺ ഇവിടെ കാണാം. നിങ്ങൾക്ക് അതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതാ നമുക്ക് പേജ് ഇവിടെ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇനി നമ്മൾ എന്തെന്ന് വെച്ചാൽ ഇവിടെ കാറ്റഗറി നമ്മൾ ഏതാണ് നമ്മളിവിടെ സെലക്ട് ചെയ്യണം, നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇവിടെ പ്ലാസ്മ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പ്ലാസ്മ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മൾ പ്ലാസ്മ എന്ന് അടിച്ചപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും നെയിം ഓഫ് അതർ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നുള്ളത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ പ്ലാസ്മ റിസർച്ച് എന്ന് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ നമ്മൾ എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു പേജിലേക്കാണ് വരിക. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഗാന്ധിനഗർ എന്നൊക്കെ വന്നിട്ട് നിങ്ങൾക്ക് അതിൻ്റെ അഡ്രസ്സ് കൂടെ കാണാൻ പറ്റും. നോട്ടിഫിക്കേഷൻ അതേ അഡ്രസ്സ് തന്നെയാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ ചെക്ക് ചെയ്യാൻ വേണമെങ്കിൽ ഇതാ ഇന്ദിര ബ്രിഡ്ജ് ഗാന്ധിനഗർ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. ദെൻ ഇനി നിങ്ങൾക്ക് ഇവിടെ കാണാം പേയ്മെൻറ്റ് കാറ്റഗറി ഓൾറെഡി ഇവിടെ എന്താ ഡിഫോൾട്ടായിട്ട് ആപ്ലിക്കേഷൻ ഫീ IPR എന്ന് വന്നിട്ടുണ്ട്. ഇതിൽ നിങ്ങളുടെ പേര് കാര്യങ്ങളൊക്കെ അടിച്ചു കൊടുക്കുക. 200 രൂപയാണ് ഫീ അടയ്ക്കേണ്ട ഉദ്യോഗാർത്ഥികൾ. ഇങ്ങനെ അടിച്ച് പോയിട്ട് നിങ്ങളുടെ ഗൂഗിൾ പേ അല്ലെങ്കിൽ ഏതാണെന്ന് വെച്ചാൽ ഏത് രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ATM കാർഡ് യൂസ് ചെയ്തിട്ട് ഏത് ബാങ്കിൻ്റെ ATM കാർഡ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഫീ അടിക്കാവുന്നതാണ്. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇൻസ്റ്റയിൽ കോൺടാക്ട് ചെയ്താൽ നമ്മൾ ചെയ്ത് തരാവുന്നതാണ്. അതെല്ലാം നിങ്ങൾക്ക് ഇതന്നെ വളരെ സിമ്പിളായിട്ട് നിങ്ങളുടെ മൊബൈൽ യൂസ് ചെയ്തിട്ട് ചെയ്യാവുന്നതാണ്. ഇത് മാക്സിമം നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.